എന്നാൽ ഇവിടെ ജയകൃഷ്ണനും ദേവൂട്ടിയും തമ്മിൽ നടന്ന ആ ഒരു പ്രണയരംഗങ്ങൾ ചെമ്പകശ്ശേരിയിലെ വീടിനുള്ളിലിരുന്ന് 4 പേർ കാണുന്നുണ്ടായിരുന്നു. ആ 4 പേർ മറ്റാരുമായിരുന്നില്ല, നമ്പ്യാരും ഭഗീരഥയും ജയനന്ദനും വാണിയുമായിരുന്നു. സിനിമയിലെ ചില പ്രണയരംഗങ്ങൾ പോലെ ദേവൂട്ടിയുടെ പിന്നാലെ ചെന്ന് അവളുടെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് അവളെ ബലമായി പിടിച്ചു നിർത്തി ചുംബിക്കുന്ന ആ ഒരു രംഗം, അത് കണ്ട് അവർ 4 പേരിലും ആദ്യം വല്ലാതെ നാണം തോന്നിച്ചുവെങ്കിലും പിന്നീട് മനസ്സിനുള്ളിൽ വല്ലാത്തൊരു തരം ദേഷ്യം തോന്നി. എന്നാൽ ഈ രംഗങ്ങളെല്ലാം ഇവർ 4 പേരും കണ്ടിരുന്നത് പക്ഷേ ഒരിടത്തു നിന്നായിരുന്നില്ല എന്ന് മാത്രമല്ല, തങ്ങൾ ഇങ്ങനെയൊരു രംഗം കണ്ട കാര്യം അവർ ഓരോരുത്തരും കരുതിയിരുന്നത് അവർ ഒരാൾ മാത്രമാണ് കണ്ടിരുന്നത് എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഇക്കാര്യം സ്വയം മനസ്സിൽ കൊണ്ടു നടന്നതല്ലാതെ മറ്റാരോടും ഇതേക്കുറിച്ച് പറഞ്ഞില്ല. കാരണം ഇങ്ങനെയൊന്ന് കണ്ട കാര്യം പുറത്തു പറയാൻ പാടില്ല എന്ന ബോധം അതായിരുന്നു അതിനു കാരണം. വളരെ യാദൃച്ഛികമായി ആ വീടിനുള്ളിലെ 4 ദിശകളിൽ നിന്നാണ് ഇവർ 4 പേരും ഈ രംഗങ്ങൾ കണ്ടത് എന്നതായിരുന്നു സത്യം. ഒരു മകനെക്കുറിച്ചും ഒരു സഹോദരനെക്കുറിച്ചും ഇങ്ങനെയൊരു കാര്യം ചിന്തിക്കുന്നതും പറയുന്നതും തെറ്റ് തന്നെയാണെന്നറിയാം. എന്നാൽ അവർ തമ്മിലുള്ള ആ ഒരു പ്രണയരംഗങ്ങൾ ശരിക്കും ഒരു സിനിമയിലെ പ്രണയരംഗങ്ങളെ പോലും വെല്ലുന്ന തരത്തിലായിരുന്നു. ദേവൂട്ടിക്ക് മുന്നിൽ നിൽക്കുന്ന ജയകൃഷ്ണൻ്റെ അപ്പോഴത്തെ ആ ഒരു മുഖഭാവം അതൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ദേവൂട്ടി അവൾ അവനിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതിനനുസരിച്ച് ജയകൃഷ്ണൻ്റെ മുഖത്ത് മിന്നിമറയുന്ന ഭാവമാറ്റങ്ങൾ, അപ്പോൾ അവൻ്റെ ആ മുഖം കാണാൻ തന്നെ ഭംഗിയായിരുന്നു. എന്നാൽ ജയകൃഷ്ണൻ അടുത്തേക്ക് വരുമ്പോൾ ദേവൂട്ടിയുടെ മുഖത്തെ ഭാവം കണ്ടാൽ അതിൽ ഇഷ്ടവും അനിഷ്ടവും കൂടിക്കലർന്നൊരു ഭാവമായിരുന്നു. ഇടയ്ക്ക് ജയകൃഷ്ണനോട് ദേഷ്യപ്പെടുമ്പോൾ ആ മുഖം പട്ടുപോലെ ചുവന്നു തുടക്കും. അപ്പോൾ അവളെ കാണാൻ കൂടുതൽ ഭംഗിയായിരുന്നു. അങ്ങനെ അതിസുന്ദരിയായി മുന്നിൽ നിൽക്കുന്ന ഭാര്യയെ ആരും ഒന്ന് തൊടാൻ ആഗ്രഹിച്ചു പോകും. അതാണ് ഇവിടെ സംഭവിച്ചത്. ദേവൂട്ടിയുടെ ഈ സൗന്ദര്യം തന്നെയാണല്ലോ അവളെ ജയകൃഷ്ണനിലേക്ക് ആകർഷിച്ചതും അവളെ അവൻ സ്വന്തമാക്കിയതും. അങ്ങനെ ദേവൂട്ടിയും ജയകൃഷ്ണനും തമ്മിൽ നടന്ന ആ 1 മിനിറ്റ് പ്രണയരംഗങ്ങൾ കണ്ടതോടെ അവരുടെ 4 പേരുടെയും മനസ്സുകൾ കാടുകയറാൻ തുടങ്ങി. ഒടുവിൽ അതെല്ലാം കഴിഞ്ഞ് അന്ന് വൈകിട്ട് ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ടേബിളിന് ചുറ്റുമായി അവർ 4 പേരും വന്നിരുന്നു. ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഈ സമയം 4 പേരുടെയും കണ്ണുകൾ ഇടയ്ക്കിടെ ജയകൃഷ്ണൻ്റെയും ദേവൂട്ടിയുടെയും നേർക്കായിരുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ ഭക്ഷണം കഴിക്കുന്നതിനിടെ ജയകൃഷ്ണൻ്റെ കണ്ണുകൾ അവൻ്റെ എതിർദിശയിലിരുന്ന ദേവൂട്ടിയുടെ മുഖത്ത് തന്നെയായിരുന്നു. ദേവൂട്ടിയും അത് അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ മുഖമുയർത്താതെ അടുത്തിരുന്ന ആരെയും ശ്രദ്ധിക്കാതെ പെട്ടെന്ന് ഭക്ഷണം കഴിക്കുകയാണ്. എന്നാൽ ഇവിടെ ദേവൂട്ടിയെ തന്നെ നോക്കിയിരിക്കുന്ന ജയകൃഷ്ണൻ്റെ കണ്ണുകൾ വീണ്ടും ദേവൂട്ടിയുടെ നെറ്റിത്തടത്തിലും മനോഹരമായ കണ്ണുകളിലും ചുണ്ടിലും കവിളിലുമൊക്കെയായിരുന്നു. ജയകൃഷ്ണൻ തന്നെയാണ് നോക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന ദേവൂട്ടിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു. അത് കണ്ടതും ജയകൃഷ്ണൻ്റെ മുഖത്ത് ഒരു കള്ളപ്പുഞ്ചിരി വിരിഞ്ഞു. അതോടെ അവൾ പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ച് അവിടെ നിന്നും എഴുന്നേറ്റു. കൈ കഴുകിയ ശേഷം അവളുടെ മുറിയിൽ കയറി കതകടച്ച് കുറ്റിയിട്ടു. അല്പം കഴിഞ്ഞതും എല്ലാവരും ഭക്ഷണം കഴിഞ്ഞ് ഹാളിലേക്ക് വന്നു. ഇതിനിടെ അന്നൊരിക്കൽ അവിടെയുള്ള എല്ലാവരെയും നോക്കി നിർത്തിക്കൊണ്ട് ജയകൃഷ്ണൻ ദേവൂട്ടിക്ക് മാത്രം ഭക്ഷണം വിളമ്പിക്കൊടുത്ത് കഴിപ്പിച്ചതോടെ ആ വീട്ടിൽ അടുക്കളയിൽ കയറാതിരുന്നവർ എല്ലാവരും തന്നെ ഇന്ന് അടുക്കളയിൽ കയറി തുടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഓരോരുത്തരും കഴിക്കുന്ന പ്ലേറ്റുകൾ പോലും അവരവർ തന്നെ കഴുകി വൃത്തിയാക്കുന്ന ശീലവും വന്നു. ഇവിടെ ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും ഹാളിൽ വന്നിരുന്നു. ഈ സമയം എല്ലാവർക്കും മുൻപേ വന്ന് മുറിയിൽ കയറി കതകടച്ചിരുന്ന ദേവൂട്ടി മുറി തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. ഹാളിലിരുന്ന ആരെയും ശ്രദ്ധിക്കാതെ നേരെ മുകളിൽ ജയകൃഷ്ണൻ്റെ മുറിയിലേക്ക് നടന്നു. അവിടെയെത്തി ജയകൃഷ്ണന് കിടക്കാനുള്ള കട്ടിലിൽ ബെഡ്ഷീറ്റും തലയണ കവറും മാറ്റി മറ്റൊന്ന് മാറിയിട്ട് വൃത്തിയാക്കി. എന്നാൽ താഴെ മറ്റുള്ളവർക്കൊപ്പം വരുന്ന ജയകൃഷ്ണൻ ദേവൂട്ടി തൻ്റെ മുറിയിലേക്ക് പോകുന്നത് കണ്ടതും അവൻ അവിടെ നിന്നും എഴുന്നേറ്റു പതിയെ അവിടേക്ക് നടന്നു. ഈ സമയം തങ്ങളുടെ അടുത്തു നിന്നും ജയകൃഷ്ണൻ ദേവൂട്ടിക്ക് പിന്നാലെ മുകളിൽ അവൻ്റെ മുറിയിലേക്ക് കയറി പോകുന്നത് കണ്ടതും ഇവിടെ 4 പേരുടെയും മനസ്സിലായിരുന്നു ടെൻഷൻ. അവർ 4 പേരും ഒരുപോലെ തന്നെ ജയകൃഷ്ണൻ്റെ നേർക്ക് നോക്കിയിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ അവരുടെ 4 പേരുടെയും ആ ടെൻഷൻ കുറഞ്ഞു. കാരണം ജയകൃഷ്ണൻ മുറിയിൽ ചെല്ലുന്നതിന് മുമ്പേ ദേവൂട്ടി ആ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി വന്നു കഴിഞ്ഞിരുന്നു. മാത്രമല്ല, പടികൾ കയറി മുകളിലേക്ക് നടന്നു വരുന്ന ജയകൃഷ്ണനെ ശ്രദ്ധിക്കാതെയായിരുന്നു ദേവൂട്ടി അവിടെ നിന്നും പടികളിറങ്ങി താഴേക്ക് വന്നതും. താഴെയെത്തിയ അവൾ അവളുടെ മുറിയിൽ കയറി കതകടച്ചു കുറ്റിയിട്ടു. അതോടെ ആ 4 പേരുടെയും ടെൻഷനും കുറഞ്ഞു.
ഈ സമയം തൻ്റെ മുറിയിലെത്തിയ ജയകൃഷ്ണനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായി തീർന്നു. അവൻ്റെ ആ അസ്വസ്ഥതയ്ക്ക് കാരണം മറ്റൊന്നുമായിരുന്നില്ല. ഇങ്ങനെ 2 മുറികളിലായി എത്ര നാൾ കഴിയും? രണ്ടാളും 2 മുറികളിലായി എത്ര നാൾ കഴിയും? താൻ എന്തു പറഞ്ഞാലും ദേവൂട്ടി അതൊന്ന് കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല. ആ സ്ഥിതിക്ക് ഇങ്ങനെ പോകുന്നിടത്തോളം പോകട്ടെ എന്ന് വെച്ചാലും അതും എത്ര നാൾ? എത്രയും വേഗം ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം ജയകൃഷ്ണൻ തീരുമാനിച്ചു. എന്നാൽ ജയകൃഷ്ണൻ്റെയും ദേവൂട്ടിയുടെയും ഈ ജീവിതം കണ്ട് ജയകൃഷ്ണൻ്റെ വീട്ടുകാരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ തെല്ലൊന്നുമായിരുന്നില്ല സന്തോഷം. അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയിക്കൊണ്ടിരിക്കെ ഒരു തിങ്കളാഴ്ച ദിവസം പതിവ് പോലെ ജയകൃഷ്ണൻ കോളേജിലേക്ക് പോയി. ദേവൂട്ടി നാണിയമ്മയ്ക്കൊപ്പം അടുക്കളയിൽ ജോലികൾ ചെയ്തു നടക്കുന്നു. ഇപ്പോൾ സമയം പകൽ 3 മണി. അടുക്കളയിലെ ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ദേവൂട്ടി മുറ്റത്തെത്തി ചെടികൾക്ക് മണ്ണിട്ട് കൊടുക്കുകയും പുതിയ തൈച്ചെടികൾ പിരിച്ചു നടുകയും ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ചെടികൾ പരിപാലിച്ചു നിന്ന അവൾ വീടിൻ്റെ പിന്നാമ്പുറത്തെത്തി നിൽക്കുകയാണിപ്പോൾ. ഈ സമയം അകത്ത് ചായ സമയമായതിനാൽ ബാക്കിയുള്ളവർ എല്ലാവരും ഹാളിലുണ്ട്, നാണിയമ്മ അടുക്കളയിലും. അങ്ങനെ ഇരിക്കെയാണ് കോളേജിൽ പോയ ജയകൃഷ്ണൻ ഇന്ന് നേരത്തെ വന്നത്. ബൈക്കിൽ നിന്നും ഇറങ്ങിയ പാടെ ഡ്രസ്സ് പോലും മാറാൻ മുകളിൽ അവൻ്റെ മുറിയിലേക്ക് പോകാതെ അവൻ ധൃതിയിൽ അടുക്കളയിലേക്കാണ് ആദ്യം വന്നത്. ഈ സമയം അടുക്കളയിൽ നാണിയമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇതറിയാതെ അവിടെ എത്തിയ ജയകൃഷ്ണൻ ആദ്യം നോക്കിയത് ദേവൂട്ടിയായിരുന്നു. എന്നാൽ ദേവൂട്ടിയെ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് കണ്ട അവൻ നാണിയമ്മയോട് ദേവൂട്ടി എവിടെയെന്ന് ചോദിക്കുന്നു. ജയകൃഷ്ണൻ്റെ ആ ചോദ്യം കേട്ട നാണിയമ്മ അവൾ പിന്നാമ്പുറത്തെ മുറ്റത്തുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടതും ജയകൃഷ്ണൻ ധൃതിയിൽ അവിടെ നിന്നും പിന്നാമ്പുറത്തെ മുറ്റത്തേക്കിറങ്ങി. തുടർന്ന് പൂന്തോട്ടത്തിലെ ചെടികൾക്കിടയിൽ നിൽക്കുന്ന ദേവൂട്ടിയുടെ അടുത്തേക്ക് ചെന്ന് ഒന്നും പറയാനും ചോദിക്കാനും നിൽക്കാതെ അവളെ കോരിയെടുത്തുകൊണ്ട് അവൻ്റെ മുറിയിലേക്ക് നടന്നു. ഈ സമയം ഒന്നും മനസ്സിലാകാത്ത ദേവൂട്ടി അവൻ്റെ കയ്യിൽ കിടന്നുകൊണ്ട് തന്നെ നിലത്തേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി അവനെ പിച്ചുകയും മാന്തുകയും ചെയ്യുന്നു. എന്നാൽ ജയകൃഷ്ണനാകട്ടെ അതെല്ലാം അവഗണിച്ചുകൊണ്ട് അവളെയും എടുത്തുകൊണ്ട് തന്നെ അവൻ്റെ മുറിയിലേക്കുള്ള ഓരോ പടികളും കയറി. ഈ സമയം ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഈ ഒരു രംഗം കണ്ട് ഭഗീരഥയും കൂട്ടരും ഒന്നും മനസ്സിലാകാതെ തെല്ലമ്പരപ്പോടെ ജയകൃഷ്ണനെയും ദേവൂട്ടിയെയും നോക്കി അങ്ങനെയിരുന്നു. എന്നാൽ അതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ ദേവൂട്ടിയെയും എടുത്തുകൊണ്ട് പടികൾ ഓരോന്നായി കയറിയ ജയകൃഷ്ണൻ ഒടുവിൽ അവൻ്റെ മുറിയിൽ കയറി ദേവൂട്ടിയെ കട്ടിലിലേക്ക് കിടത്തിക്കൊണ്ട് ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ഇനിയൊന്നും പേടിക്കാനില്ല, എല്ലാം ശരിയായി മോളെ." എന്നാൽ കട്ടിലിൽ കിടക്കുന്ന ദേവൂട്ടിക്ക് അവൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ അവൾ കട്ടിലിൽ നിന്നും പെട്ടെന്ന് തന്നെ എഴുന്നേറ്റു നിലത്തേക്കിറങ്ങി. ശേഷം ആ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങാനായി മുന്നോട്ട് നടന്നു. അതുകണ്ട ജയകൃഷ്ണൻ അവളെ തടഞ്ഞുകൊണ്ട് കതകടച്ചു കുറ്റിയിട്ടു. ശേഷം അവൻ്റെ ഷർട്ടിലെ പോക്കറ്റിൽ നിന്നും ഒരു കത്തെടുത്ത് അത് ദേവൂട്ടിയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അവളോട് അത് വായിക്കാൻ പറയുന്നു. അത് കേട്ട ദേവൂട്ടി ഒരു നിമിഷം അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. തുടർന്ന് ജയകൃഷ്ണൻ ദേവൂട്ടിയുടെ കയ്യിൽ കൊടുത്ത ആ കത്ത് അവൾ പൊട്ടിച്ചു വായിക്കാൻ തുടങ്ങി. എത്രയും സ്നേഹം നിറഞ്ഞ ജയകൃഷ്ണൻ അറിയുന്നതിന് ദേവൂട്ടിയുടെ അപ്പ കൃഷ്ണയ്യർ എഴുതുന്നത്. അതോടെ ഈ കത്ത് കൃഷ്ണപുരത്തു നിന്നും തൻ്റെ അപ്പ അതായത് കൃഷ്ണദേവയ്യർ ജയകൃഷ്ണന് അയച്ചതാണെന്ന് ദേവൂട്ടി മനസ്സിലാക്കുന്നു. തുടർന്ന് അവൾ വീണ്ടും കത്ത് വായിച്ചു തുടങ്ങുന്നു. ജയൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ദേവൂട്ടിയുടെയും താങ്കളുടെയും ജാതകങ്ങൾ തമ്മിലുള്ള പൊരുത്തങ്ങൾ നോക്കി. അങ്ങനെ പൊരുത്തങ്ങൾ നോക്കിയതിൽ രണ്ടാളുടെയും നാളുകൾ തമ്മിൽ താങ്കൾ പറയുന്നത് പോലെയുള്ള യാതൊരുവിധ ദോഷങ്ങളുമില്ല എന്ന് മാത്രമല്ല, ഈ ജാതകങ്ങൾ തമ്മിൽ ചേർന്നതിൽ താങ്കൾക്ക് ദീർഘായുസ്സും ദേവൂട്ടിക്ക് സന്താനഭാഗ്യവുമാണ് കാണുന്നത്. പിന്നെ ദേവൂട്ടി അയച്ച കത്തും വായിച്ചു. ആ കത്ത് വായിച്ച ഞാൻ കാര്യങ്ങൾ അറിയുന്നതിന് മുമ്പ് ഒരുപാട് വിഷമിച്ചു. എന്നാൽ ഇപ്പോൾ എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി. രണ്ടാളുടെയും ആരോഗ്യത്തിനും ദീർഘായുസ്സിനും വേണ്ടി ഈ അപ്പ എൻ്റെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഒപ്പം രണ്ടാൾക്കും ഒരുപാട് നന്മകളും നേരുന്നു. കൂടാതെ ഹരിനാരായണനിലൂടെ നിങ്ങൾ തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ഞാൻ നിങ്ങൾ തമ്മിലുള്ള ശാന്തി മുഹൂർത്തത്തിനുള്ള തീയതിയും ഇതിൽ കുറിച്ചുകൊള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കത്ത് ചുരുക്കുന്നു എന്ന് കൃഷ്ണയ്യർ. അതോടെ കത്ത് അവസാനിക്കുന്നു. എന്നാൽ ഇവിടെ ആ കത്ത് മുഴുവൻ
വായിച്ചു തീർന്നതും ദേവൂട്ടി മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് ജയകൃഷ്ണന്റെ കാൽച്ചുവട്ടിലേക്ക് വീണു. എന്നാൽ ജയകൃഷ്ണൻ അത് തടഞ്ഞുകൊണ്ട് അവളെ പിടിച്ചുയർത്തി. ഈ സമയം ദേവൂട്ടി അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ നെഞ്ചത്തേക്ക് വീണു പൊട്ടിക്കരഞ്ഞു. ആ ഒരു നിമിഷം ജയകൃഷ്ണന്റെ കണ്ണുകളും നിറഞ്ഞുപോയി. അങ്ങനെ കുറേ നേരം ദേവൂട്ടി അവന്റെ നെഞ്ചിൽ ചാരി അങ്ങനെ കിടന്നു. ഒടുവിൽ അവനിൽ നിന്നും അകന്നുമാറിയ അവൾ ജയകൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കിയ ശേഷം എല്ലാ തെറ്റുകൾക്കും മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവന്റെ മുന്നിൽ ഇരു കരങ്ങളും കൂപ്പി നിന്നു. ഈ സമയം ഒരു ചെറുപുഞ്ചിരിയോടെ ജയകൃഷ്ണൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, തനിക്കറിയാമോ ദേവു, അന്ന് ആ രാത്രിയിൽ ഈ മുറിയിൽ തന്നെ തനിച്ചാക്കിപ്പോയ ഞാൻ എത്രയും വേഗം തൻ്റെ അരികിൽ തിരിച്ചെത്തണമെന്ന ആഗ്രഹത്താൽ ബൈക്കിൻ്റെ സ്പീഡ് അല്പമൊന്ന് കൂട്ടിയാണ് ഓടിച്ചത് എന്നത് സത്യം തന്നെയാണ്. എന്നാൽ പെട്ടെന്നാണ് ബൈക്കിൻ്റെ നിയന്ത്രണം വിട്ടത്. ബൈക്ക് പോസ്റ്റിൽ ചെന്നിടിച്ചതും ഞാൻ ബൈക്കിൽ നിന്ന് തെറിച്ച് റോഡരികിൽ കിടന്ന ഒരു പാറക്കല്ലിൽ ചെന്ന് തലയിടിച്ച് വീണതും ആ വീഴ്ചയിൽ എൻ്റെ ബോധം മറഞ്ഞു. ഞാൻ മരിക്കുമെന്ന് എനിക്ക് തോന്നിയ നിമിഷങ്ങളായിരുന്നു അത്. ആ നിമിഷത്തിൽ ഞാൻ വിളിക്കുന്ന ദൈവങ്ങളോട് ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ, ഒരേ ഒരു കാര്യം. അത് മറ്റൊന്നുമായിരുന്നില്ല, എൻ്റെ ഈ ഊമക്കുയിലിനെ ഒരു തവണ കൂടി കാണാൻ എനിക്ക് കഴിയണമേ എന്ന്. ആ മുഖം കണ്ടു കഴിഞ്ഞു മാത്രമേ എൻ്റെ ഈ ജീവൻ നീ തിരിച്ചെടുക്കാവൂ എന്ന് ജയകൃഷ്ണൻ പറഞ്ഞു നിർത്തുന്നു. എന്നാൽ അത് കേട്ട ദേവൂട്ടിയുടെ നെഞ്ചകം പിടഞ്ഞുപോയി. അവൾ പെട്ടെന്ന് ഇനിയൊന്നും പറയരുതേ എന്ന അർത്ഥത്തിൽ ജയകൃഷ്ണൻ്റെ വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ മാറത്തേക്ക് വീണു കരഞ്ഞു. പിന്നീട് പതിയെ പതിയെ അവളുടെ ആ കരച്ചിൽ നിലച്ചു. ഒടുവിൽ ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ ജയകൃഷ്ണൻ്റെ മാറിൽ പറ്റിച്ചേർന്ന് നിന്നു അവൾ. തൻ്റെ അപ്പ അയച്ച ആ കത്ത് വായിച്ചു തീർന്നതോടെ ദേവൂട്ടിയെ സംബന്ധിച്ചു പറഞ്ഞാൽ മറ്റുള്ളവർ പറഞ്ഞത് കേട്ട് ജയകൃഷ്ണനിൽ നിന്നും അകലാൻ ശ്രമിച്ച ദേവൂട്ടി ഇപ്പോൾ ജയകൃഷ്ണനിലേക്ക് കൂടുതൽ അടുക്കുന്നു. അവൻ്റെ ഭാര്യയായി അവൻ്റെ ഒപ്പം ജീവിച്ചു മരിക്കാൻ തയ്യാറാകുന്നു. താൻ നടത്തിയ ആ ഒരു ശ്രമത്തിലൂടെ താൻ ഉദ്ദേശിച്ച കാര്യം നേടിയെടുത്ത സന്തോഷത്തിലായിരുന്നു ഇവിടെ ജയകൃഷ്ണൻ. എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം തന്നിലേക്ക് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ദേവൂട്ടിയെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു നിർത്തി അവൻ. അങ്ങനെ ദേവൂട്ടിയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ജയകൃഷ്ണനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ലോകം പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു ആ മുഖത്തെ. ഒരു വിധത്തിൽ പറഞ്ഞാൽ അതൊരു സത്യം തന്നെയായിരുന്നു. കാരണം ദേവൂട്ടിയെ കണ്ടിഷ്ടപ്പെട്ടു പ്രണയിച്ചു തുടങ്ങിയ നാൾ മുതൽ അവൻ്റെ ലോകം അത് ദേവൂട്ടി തന്നെയായിരുന്നു എന്നതാണ് സത്യം. അങ്ങനെ അയ്യർ അയച്ച ആ കത്തിലൂടെ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ദേവൂട്ടിയും ജയകൃഷ്ണനും വീണ്ടും ഒന്നിക്കുന്നു. അതോടെ അവരുടെ മനസ്സുകളിൽ ഇതുവരെ അടക്കി നിർത്തിയ ആ ഒരു സ്നേഹം ഒരു പുഴയായി പുറത്തേക്ക് ഒഴുകി തുടങ്ങി. അവരുടെ ആ സ്നേഹം കണ്ട് ആ വീട്ടിലെ എല്ലാവർക്കും അവരോട് അസൂയ തോന്നി. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ജയകൃഷ്ണനും ദേവൂട്ടിയും ഇപ്പോഴും 2 മുറികൾ തന്നെയായിരുന്നു കഴിയുന്നത്. അങ്ങനെയിരിക്കെയാണ് അയ്യർ കത്തിൽ കുറിച്ചുകൊടുത്ത ജയകൃഷ്ണൻ്റെയും ദേവൂട്ടിയുടെയും ശാന്തി മുഹൂർത്തത്തിനുള്ള ദിവസം വന്നെത്തിയത്. അതോടെ ആ രാത്രി ഭക്ഷണം കഴിഞ്ഞ ജയകൃഷ്ണൻ അവൻ്റെ മുറിയിലും ദേവൂട്ടി താഴെ അവളുടെ മുറിയിലേക്കും പോയി. അങ്ങനെ രണ്ടാളും 2 മുറികളിലേക്ക് പോയെങ്കിലും അവരുടെ മനസ്സുകൾ ഒന്നുചേരാൻ വല്ലാതെ കൊതിച്ചു. എന്നാൽ ഭഗീരഥി എന്ന ഒരു വലിയ കട്ടുറുമ്പ് അവർക്കിടയിൽ ഒരു തടസ്സമായി നിൽക്കുകയാണിവിടെ. എന്നാൽ ഇന്ന് മുറിയിലെത്തിയ ജയകൃഷ്ണൻ കുറേ നേരം കട്ടിലിൽ അങ്ങനെ കിടന്നു. ഒടുവിൽ മുറിയിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്നു. ഈ സമയം താഴെ ഹാളിൽ അമ്മ ഭഗീരഥിയും ജയനന്ദനും വാണിയും ഉണ്ടായിരുന്നു. ജയകൃഷ്ണൻ താഴെ ഭഗീരഥിയുടെ അടുത്തെത്തി പറഞ്ഞു, അമ്മേ, ഇന്നു മുതൽ ദേവൂട്ടി എൻ്റെ മുറിയിലാണ് കിടക്കാൻ പോകുന്നത്. അതുകേട്ട വാണിയും ഭഗീരഥിയും ഒരുപോലെ ജയകൃഷ്ണൻ്റെ മുഖത്തേക്കു നോക്കി. അവരുടെ ആ നോട്ടത്തിൽ അവൻ എന്താണ് ഈ പറയുന്നതെന്ന ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയ ജയകൃഷ്ണൻ വീണ്ടും പറഞ്ഞു, അതെ, ഇന്നു മുതൽ ദേവൂട്ടി എൻ്റെ കൂടെ എൻ്റെ മുറിയിലാണ് കഴിയാൻ പോകുന്നത്. അമ്മ പറയുന്നത് പോലെ അവളെ ഇങ്ങനെ മാറ്റിപ്പാർപ്പിക്കാൻ അവൾ ഈ വീട്ടിലെ വേലക്കാരിയല്ല. അതുമല്ലെങ്കിൽ എനിക്ക് അന്യയായ മറ്റൊരു പെണ്ണുമല്ല. അവൾ എൻ്റെ ഭാര്യയാണ്. ഞാൻ താലി കെട്ടിക്കൊണ്ടുവന്ന എൻ്റെ ഭാര്യ, എനിക്കൊപ്പം കഴിയേണ്ടവൾ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഭഗീരഥിയുടെ മറുപടി കേൾക്കാൻ കാത്തു നിൽക്കാതെ ജയകൃഷ്ണൻ ദേവൂട്ടിയുടെ മുറിയുടെ അടുത്തേക്ക് നടന്നു. അതുകണ്ട ഭഗീരഥി പെട്ടെന്ന് ജയകൃഷ്ണനെ വിളിച്ചു, ജയ. അതുകേട്ട ജയകൃഷ്ണൻ ഭഗീരഥിയുടെ നേർക്കു നോക്കി. അതുകണ്ട ഭഗീരഥി വീണ്ടും തുടർന്നു, ജയ, നീ എന്താ ഈ പറയുന്നത്? ദേവൂട്ടി നിനക്കൊപ്പം നിന്റെ മുറിയിൽ കഴിയാനോ? അപ്പോൾ ഈ കഴിഞ്ഞതെല്ലാം നീ മറന്നോ?
നിങ്ങളുടെ രണ്ടുപേരുടെയും നാളുകൾ തമ്മിലുള്ള പൊരുത്തമില്ലായ്മയാലായിരുന്നില്ലേ അന്നത്തെ നിനക്ക് ഉണ്ടായ ഈ ഒരു അപകടം? എന്നിട്ട് അതറിഞ്ഞു വെച്ചുകൊണ്ട് വീണ്ടും നീ അവൾക്കൊപ്പം കഴിഞ്ഞാൽ അത് ശരിയാകില്ല. നിനക്ക് നല്ല ഭേദമായിട്ട് അവളുടെ വീട്ടുകാരെ വിളിച്ചു വരുത്തി ഇതിനൊരു തീരുമാനമുണ്ടാക്കാനാണ് അച്ഛനും നിന്റെ ഏട്ടനും തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ നീ ഈ കാണിക്കുന്നത് ശരിയല്ല. ഈ സമയം ഭഗീരഥി പറഞ്ഞത് കേട്ട് മറുപടിയൊന്നും പറയാതെ നിശബ്ദനായി നിന്ന ജയകൃഷ്ണൻ പതിയെ തുടർന്നു. അമ്മ ഇത്ര കാര്യമായി പറയുന്ന തരത്തിലുള്ള ഒരു ദോഷവും ഞങ്ങളുടെ നാളുകൾ തമ്മിലില്ല. പിന്നെ എനിക്ക് അന്നുണ്ടായ ആ അപകടം, അതിനു പിന്നിൽ ഈ വീട്ടിൽ തന്നെയുള്ള ഒരാളാണ് അത് ചെയ്തിരിക്കുന്നത്. സാരമില്ല, ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ ആരോ ചെയ്ത പരിപാടിയാണിത് എന്ന് എനിക്കറിയാം. ഞാൻ പതിയെ ഇത് ആരാണെന്ന് കണ്ടുപിടിച്ചു കൊള്ളാം. പിന്നെ ഞാനും ദേവൂട്ടിയും ഒന്നിച്ച് ജീവിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു കുഴപ്പവും വരില്ല. ആ ഒരു ഉറപ്പ് ഞാൻ അമ്മയ്ക്ക് തരുന്നു. എന്നാലും ജയ, ഒരെന്നാലുമില്ലമ്മേ, ഞാൻ താലി കെട്ടി ഒപ്പം കൂട്ടിക്കൊണ്ടു വന്നതാണ് എനിക്കൊപ്പം ജീവിക്കാൻ അവളെ. അല്ലാതെ ഒരു തടവുകാരിയായി മറ്റൊരു മുറിയിൽ ഇങ്ങനെ കഴിയാൻ വേണ്ടിയിട്ടല്ല. അതല്ല, അമ്മയ്ക്ക് അങ്ങനെയൊരു സംശയമുണ്ടെങ്കിൽ ഒരു 3 മാസം ദേവൂട്ടിക്കൊപ്പം ഞാൻ കഴിയാൻ തീരുമാനിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു അപകടം വീണ്ടും എനിക്ക് വന്നാൽ പിന്നെ ഞാൻ തന്നെ ഈ ബന്ധം ഉപേക്ഷിക്കുന്നതായിരിക്കും. അതല്ല, അങ്ങനെ ഒന്നും തന്നെ സംഭവിച്ചില്ല എങ്കിൽ അമ്മ ഈ പറഞ്ഞതെല്ലാം കള്ളത്തരമാണെന്ന് ഞാൻ വിശ്വസിക്കും. അങ്ങനെ അത് കള്ളമാണെന്ന് വന്നാൽ പിന്നെ ബാക്കി പറഞ്ഞത് പൂർത്തിയാക്കാതെ ജയകൃഷ്ണൻ ദേവൂട്ടിയുടെ മുറിക്ക് മുന്നിൽ വന്ന് കതകിൽ തട്ടി അവളെ വിളിച്ചു. ദേവു. അതോടെ ദേവൂട്ടി വന്ന് കതക് തുറന്നു. ജയകൃഷ്ണൻ അകത്തു കയറി ദേവൂട്ടിയോടൊന്നും ചോദിക്കാനോ പറയാനോ നിൽക്കാതെ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. മുറി അടച്ച ശേഷം അവളെയും കൂട്ടി മുകളിൽ അവൻ്റെ മുറിയിലേക്ക് നടന്നു. ഈ സമയം താഴെ ഹാളിൽ ഇതെല്ലാം കണ്ട് ഭഗീരഥിയടക്കം സകലരും പരസ്പരം മുഖാമുഖം നോക്കി ഒന്നും മിണ്ടാതെ നിശബ്ദരായിരിക്കുകയാണ്. അങ്ങനെ നിശബ്ദരായിരിക്കുന്ന അവരുടെ ഓരോരുത്തരുടെയും മനസ്സുകളിൽ അല്പം മുമ്പ് ജയകൃഷ്ണൻ ഭഗീരഥിയോട് പറഞ്ഞ ആ കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ വന്നു. അതോടെ ഓരോരുത്തരുടെയും മനസ്സുകളിൽ അവൻ അവസാനം പറഞ്ഞത് ആ ഒരു കാര്യം അത് അത്യന്തം ഗൗരവമായി തന്നെ എടുക്കേണ്ട ഒന്നായിരുന്നില്ലേ എന്നോർത്തു. കാരണം തങ്ങൾ നടത്തിയത് ഒരു കപട നാടകമായിരുന്നു എന്ന് ജയകൃഷ്ണൻ മനസ്സിലാക്കിയോ എന്ന് ഒരു സംശയം തോന്നിപ്പോകുന്നു അവർക്ക്. അങ്ങനെയെങ്കിൽ ഇത് സത്യമല്ല എന്നറിയുമ്പോഴുള്ള അവൻ്റെ ആ ഒരു പ്രതികരണം, അതോർത്തപ്പോൾ അവരുടെയെല്ലാം മനസ്സിൽ ചെറിയൊരു ഭയം തോന്നി. കാരണം ഇപ്പോൾ ശാന്തനായി നിൽക്കുന്ന ഈ ജയകൃഷ്ണന് മറ്റൊരു മുഖമുണ്ടായിരുന്നു. ആരു പറഞ്ഞാലും ക്ഷമിക്കാത്തൊരു മുഖം. ഈ സമയം മുകളിൽ ജയകൃഷ്ണൻ്റെ മുറിയിൽ കയ്യിൽ പിടിച്ച് ദേവൂട്ടിയെയും കൊണ്ട് തൻ്റെ മുറിക്കകത്തേക്ക് കയറിയ ജയകൃഷ്ണൻ ദേവൂട്ടിയെ കൊണ്ടുചെന്ന് കട്ടിലിന് താഴെയുള്ള ആ ചെറിയ സെറ്റിയിൽ കൊണ്ടുചെന്നിരുത്തി. ഒപ്പം അവനും അരികിലിരുന്നു. തുടർന്ന് ജയകൃഷ്ണൻ ദേവൂട്ടിയുടെ ഇരു കരങ്ങളും ചേർത്തു പിടിച്ചുകൊണ്ട് ദേവൂട്ടിയോട് മാപ്പ് പറഞ്ഞു. ദേവൂട്ടിയോടുള്ള ജയകൃഷ്ണൻ്റെ ആ മാപ്പ് പറച്ചിലിന് കാരണം മറ്റൊന്നുമായിരുന്നില്ല. തന്നെ സ്നേഹിച്ചതിൻ്റെ പേരിൽ തൻ്റെ വീട്ടുകാരിൽ നിന്നും അവൾക്ക് അനുഭവിക്കേണ്ടി വന്ന വേദനകൾക്കും സങ്കടങ്ങൾക്കും ഒപ്പം കുറച്ചു ദിവസത്തേക്കാണെങ്കിലും തൻ്റെ ഈ മുറിയിൽ നിന്നും തന്നിൽ നിന്നും അവളെ അകറ്റി നിർത്തിയതിനും അങ്ങനെ തുടങ്ങി അറിഞ്ഞോ അറിയാതെയോ ദേവൂട്ടിയെ വിഷമിപ്പിക്കേണ്ടി വന്ന ഓരോന്നിനും ആയിട്ടായിരുന്നു അവൻ ദേവൂട്ടിയോട് മാപ്പ് പറഞ്ഞത്. ശേഷം ഇനിയൊരിക്കലും ഈ കരങ്ങൾ തന്നിൽ നിന്നും വിട്ടുപോകാതെ ഇങ്ങനെ തന്നെ ചേർത്തു പിടിക്കുമെന്ന് അവൻ ദേവൂട്ടിക്ക് സത്യം ചെയ്യുന്നു. ഈ സമയം അവൻ പറഞ്ഞതെല്ലാം കേട്ട് നിശബ്ദയായി അവൾ അവൻ്റെ അരികിൽ അങ്ങനെയിരുന്നു. തുടർന്ന് അല്പം കഴിഞ്ഞതും അവൾ അവിടെ നിന്നും എഴുന്നേറ്റു. ജനാലയ്ക്ക് അരികിലെത്തി പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി അങ്ങനെ നിന്നു. ഈ സമയം അവളുടെ മനസ്സിൽ തൻ്റെ വിവാഹം കഴിഞ്ഞെത്തിയ ആ രാത്രി ഓർമ്മ വന്നു. പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു പോയ ജയേട്ടനെയും നോക്കി നേരം പുലരുവോളം തോരാത്ത കണ്ണീരുമായിരുന്ന ആ രാത്രി. പിന്നീട് നേരം പുലർന്നപ്പോഴോ തൻ്റെ മോഹങ്ങളും സ്വപ്നങ്ങളും ജീവിതം പോലും മാറി മറിഞ്ഞുപോയ ദിവസങ്ങളായിരുന്നു അങ്ങോട്ട്. എന്നിട്ടോ എല്ലാ നൊമ്പരങ്ങളും വേദനകളും ഉള്ളിലൊതുക്കി ഒരു ഭ്രാന്തിയെപ്പോലെ ഉണ്ണാതെ ഉറങ്ങാതെ ആ മുഖമൊന്നു കാണാൻ താൻ കാത്തിരുന്നു. ഒടുവിൽ ആ കാത്തിരിപ്പിനൊടുവിൽ കണ്ടു കഴിഞ്ഞപ്പോഴോ ആ മുഖത്തേക്കൊന്ന് നോക്കാൻ ഭയമായിരുന്നു. ഒടുവിൽ ഇപ്പോൾ വീണ്ടും താൻ ആ പഴയ സ്ഥാനത്തായി വന്നു നിൽക്കുകയാണ്. ഓർത്തപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തൻ്റെ മുന്നിൽ എല്ലാ കുറ്റങ്ങളും ഏറ്റുപറഞ്ഞു നിൽക്കുന്ന ജയകൃഷ്ണനെക്കുറിച്ചോർത്തപ്പോൾ ചെറുതായിട്ടാണെങ്കിലും കുറ്റബോധത്താൽ അവളുടെ മനസ്സൊന്ന് നീറി. ഈ സമയം
ഇരുട്ടിൽ ജനലഴികളിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുന്ന ദേവൂട്ടിക്ക് പിന്നിലായി വന്നു നിന്നു ജയകൃഷ്ണൻ. ജനലഴികൾ പിടിച്ചു നിൽക്കുന്ന ദേവൂട്ടിയുടെ കൈകൾക്ക് മീതെ തൻ്റെ കൈപ്പടം ചേർത്ത് പിടിച്ചുകൊണ്ട് ദേവൂട്ടിയോട് ചേർന്ന് നിന്നുകൊണ്ട് അവൻ പറഞ്ഞു തുടങ്ങി. എനിക്കറിയാം ഇപ്പോൾ ഈ മനസ്സിൽ എന്താണെന്ന്. കഴിഞ്ഞുപോയ ആ വേദനപ്പെടുത്തുന്ന ഓർമ്മകളല്ലേ വേണ്ട ദേവു. ഒരിക്കൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ കറുത്ത ഓർമ്മകൾ, അതിനി നമുക്ക് വേണ്ട. അതുകേട്ട ദേവൂട്ടി പിന്നിലേക്ക് തലചെരിഞ്ഞ് ജയകൃഷ്ണൻ്റെ മുഖത്തേക്ക് നോക്കി. അതുകണ്ട ജയകൃഷ്ണൻ അവളെ തനിക്ക് അഭിമുഖമായി പിടിച്ചു നിർത്തിക്കൊണ്ട് ദേവൂട്ടിയുടെ മനോഹരമായ ആ മിഴികളിലേക്ക് നോക്കി അങ്ങനെ നിന്നു. അല്പനേരം അങ്ങനെ നോക്കി നിന്ന ശേഷം അവൻ ദേവൂട്ടിയെ വിളിച്ചു. ദേവു, അന്നത്തെ ആ അപകടത്തിൽ സത്യമായും ഞാൻ കരുതി എനിക്കിനി ഒരിക്കലും ഈ മുഖം കാണാൻ കഴിയില്ല എന്ന്. അത് കേട്ടതും ദേവൂട്ടി ജയകൃഷ്ണനെ കൊണ്ട് ബാക്കി പറയാൻ അനുവദിക്കാതെ പെട്ടെന്ന് തന്നെ തൻ്റെ കരമുയർത്തി അവൻ്റെ വാപൊത്തി പിടിച്ചുകൊണ്ട് ഇനിയൊന്നും പറയരുതേ എന്ന അർത്ഥത്തിൽ ഇരുവശത്തേക്കും തൻ്റെ തല ചലിപ്പിച്ചു. ഒപ്പം ഇനിയൊന്നും പറയരുതെന്ന് അവളുടെ മിഴികൾ കൊണ്ടുപോലും അവൾ പറയുന്നു. അതോടെ ജയകൃഷ്ണൻ നിശബ്ദനായി. ഈ സമയം ദേവൂട്ടി ജയകൃഷ്ണൻ്റെ വാപൊത്തി പിടിച്ചിരുന്ന കൈപ്പടം എടുത്തുമാറ്റി ശേഷം മുറിയിൽ നിന്നും പുറത്തെ ചെറിയ ഇടനാഴിയിലേക്ക് ഇറങ്ങി. അവിടെ നിന്നും മുന്നോട്ടു നടന്ന് ബാൽക്കണിയിലെത്തി നിലാവെളിച്ചത്തിലേക്ക് നോക്കി അങ്ങനെ നിന്നു. ഈ സമയം ആ രാത്രിയെ തഴുകിയെത്തിയ കാറ്റ് അത് അവളെ തഴുകി കടന്നുപോയി. ആ കാറ്റിൽ ദേവൂട്ടിയുടെ ഉടയാടകൾ ആടി ഉലഞ്ഞു, മുടിയിഴകൾ പാറിപ്പറന്നു. അങ്ങനെ നിൽക്കെ കനൽക്കട്ട കണക്കെ നീറിപ്പുകഞ്ഞു നിന്ന അവളുടെ മനസ്സും ശരീരവും പതിയെ പതിയെ തണുത്തു തുടങ്ങി. ഒടുവിൽ ഇടയ്ക്കിടെ ഒഴുകിയെത്തിയ ആ കാറ്റിൽ അവളുടെ മനസ്സും ശരീരവും തണുത്തുറഞ്ഞു. വല്ലാതെ കുളിരു തോന്നിയ അവൾ ഇരുകരങ്ങൾ കൊണ്ടും സ്വയം അവളെ തന്നെ കെട്ടിപ്പുണർന്നു അങ്ങനെ നിന്നു. ഈ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് ആ ടെറസിലേക്കുള്ള ഇടനാഴിയുടെ അങ്ങേ തലയ്ക്കൽ നിന്ന ജയകൃഷ്ണൻ പതിയെ നടന്ന് അവൾക്കരികിലെത്തി പറഞ്ഞു. ഏയ് ദേവു, മതി, രാത്രി ഏറെയായി. മാത്രമല്ല നല്ല തണുത്ത കാറ്റും. ജലദോഷം വരാൻ ഇതു മതി. വന്നേ, മുറിയിലേക്ക് പോകാം. എന്നാൽ ഇവിടെ അവൻ വിളിച്ചതും പറഞ്ഞതും എല്ലാം കേട്ടിട്ടും അവനെ ശ്രദ്ധിക്കാതെ നിൽക്കുകയാണ് ദേവു. അത് കണ്ട ജയകൃഷ്ണൻ താൻ പറഞ്ഞത് കേട്ടിട്ടും അനക്കമില്ലാതെ നിൽക്കുന്ന ദേവൂട്ടിയുടെ പിന്നിലായി എത്തി അവൻ. ഈ സമയം തനിക്ക് തൊട്ടു പിന്നിലായി ജയകൃഷ്ണൻ വന്നുവെന്ന് മനസ്സിലാക്കിയ ദേവൂട്ടി പതിയെ പതിയെ പിന്നിലേക്ക് നടന്നു. ഒടുവിൽ അവൾ അവൻ്റെ മാറത്തേക്ക് ചേർന്ന് നിന്നു. ആ തണുപ്പിൽ അവൻ്റെ മാറത്തെ ചൂടേറ്റ് നിൽക്കാൻ വല്ലാത്തൊരു സുഖം തന്നെയായിരുന്നു അവൾക്ക്. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ താൻ പറഞ്ഞത് കേൾക്കാതെ തൻ്റെ മാറത്തേക്ക് ചേർന്ന് പിന്തിരിഞ്ഞു നിൽക്കുന്ന ദേവൂട്ടിയെ പിടിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി ജയകൃഷ്ണൻ. അപ്പോഴും ഇടയ്ക്കിടെ ആ തണുത്ത കാറ്റ് അത് ഒഴുകിയെത്തി. അത് ദേവൂട്ടിയുടെ ഉടയാടകളും മുടിയിഴകളും കാറ്റിൽ പാറിക്കളിച്ചു. അപ്പോഴും ഇടയ്ക്കിടെ ഒഴുകിയെത്തുന്ന ആ കാറ്റിൽ ദേവൂട്ടിയുടെ ഉടയാടകളും മുടിയിഴകളും പാറിപ്പറന്നു. മാത്രമല്ല രാത്രിയുടെ നിലാവെളിച്ചത്തിൽ ആകാശച്ചെരുവിൽ മിന്നിത്തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളെപ്പോലെ തനിക്ക് മുന്നിൽ തിളങ്ങി നിൽക്കുന്ന ദേവൂട്ടിയെ കാണാൻ കൂടുതൽ ഭംഗി തോന്നി. അതേ തുടർന്ന് ദേവൂട്ടിയുടെ മനോഹരമായ ആ മുഖത്തേക്ക് തന്നെ നോക്കി അങ്ങനെ നിന്നു പോകുന്നു ജയകൃഷ്ണൻ. ഈ സമയം ആ കാറ്റ് അവനെയും തഴുകി കടന്നുപോയി. ആ കാറ്റിൽ അവൻ്റെ മുടിയിഴകൾ പറന്ന് അവൻ്റെ നെറ്റിത്തടത്തിലേക്ക് വീണു. അങ്ങനെ നിൽക്കുന്ന അവനെ കാണാൻ കൂടുതൽ ഭംഗിയായിരുന്നു. ആ നോട്ടത്തിനൊടുവിൽ അവൻ്റെ കരങ്ങൾ അവളെ കോരിയെടുത്തു. ഒരു താമരത്താരുപോലെ ദേവൂട്ടി അവൻ്റെ കൈവെള്ളയിൽ മാറോട് പറ്റിച്ചേർന്ന് കിടന്നു. അങ്ങനെ അവളെയും കോരിയെടുത്ത് ജയകൃഷ്ണൻ മുറിയിലേക്ക് നടന്നു. മുറിയിലെത്തിയ അവൻ ദേവൂട്ടിയെ കട്ടിലേക്ക് കിടത്തി. അതോടെ ആ മുറിയിലെ ലൈറ്റുകളെല്ലാം അണഞ്ഞു. ജനലഴികളിലൂടെ കടന്നു വരുന്ന നിലാവെളിച്ചവും ഇടയ്ക്കിടെ ഒഴുകിയെത്തുന്ന ഇളംകാറ്റും അവരുടെ നയനമനോഹരമായ രാസക്രീഡയ്ക്ക് കൂടുതൽ ശോഭയേകി നിന്നു. അങ്ങനെ ആ രാത്രിയിൽ ജയകൃഷ്ണൻ ദേവൂട്ടിക്കും ദേവൂട്ടി ജയകൃഷ്ണനും മാത്രമായി മാറി. ഇവിടെ ചെമ്പകശ്ശേരിയിൽ സകലരും പേടിയോടെ കാത്തിരുന്ന ദേവൂട്ടിയുടെയും ജയകൃഷ്ണൻ്റെയും ആദ്യ രാത്രി. കാച്ചിയെടുത്ത പാലും പഴങ്ങളും ഒന്നുമില്ലാതെ കണ്ണീരിൽ കുതിർന്ന പാൽനിലാവുകൊണ്ട് നിറഞ്ഞ ഇടയ്ക്കിടെ ഒഴുകിയെത്തുന്ന ഇളംകാറ്റിൻ്റെ തണുത്ത തലോടലിൽ സുന്ദരമായൊരു ആദ്യ രാത്രി. അതായിരുന്നു ജയകൃഷ്ണനും അവൻ്റെ ദേവൂട്ടിയും തമ്മിലുള്ള ആ രാത്രി. അവർ ഇരുവരും ഒരുപാട് ആഗ്രഹിച്ച് കാത്തിരുന്ന ആ രാത്രി. കൂടാതെ അങ്ങനെ ജയകൃഷ്ണനും ദേവൂട്ടിയും തമ്മിലുള്ള പുതിയൊരു ജീവിതം അതുകൂടെ ഈ രാത്രി ഇവിടെ തുടങ്ങുകയായി.